ഹലോ പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഞാൻ ഇന്ന് കൊച്ചിയിലാണ്. കൊച്ചിയിൽ ഒരു പ്രശസ്തമായ ബോട്ടിംഗ് കമ്പനിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ബ്ലൂ മറിൻ എന്നാണ് ബോട്ടിംഗ് കമ്പനിയുടെ പേര്. നമ്മളിന്ന് കൊച്ചിയിൽ ഒരു ബോട്ടിംഗ് സർവീസ് നടത്താൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ ഈ ബോട്ടിങ്ങിൻ്റെ പാക്കേജ് എന്ന് പറയുന്നത് ഏകദേശം 1.5 മണിക്കൂറാണ്. പക്ഷേ നമ്മുടെ ചെറിയ ടൈമിംഗ് ഇഷ്യൂ കാരണം നമ്മൾ 3/4 മണിക്കൂറത്തേക്കാണ് പാക്കേജ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ കവർ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ 3/4 മണിക്കൂർ കൊണ്ട് ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് വിചാരിച്ച് നമ്മൾ കയറി ബോട്ടിംഗ് തുടങ്ങി നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിൽ നമ്മളൊരു കാഴ്ച കണ്ടു. കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശസ്തനായ ഒരാളുടെ വീടാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അതെ, സാക്ഷാൽ യൂസഫലി സാറിൻ്റെ വീടാണ് കൊച്ചിയിലെ ഈ വീട്. നമുക്ക് അതിൻ്റെ അടുത്തോട്ട് പോകാൻ അന്നേരം പറ്റിയില്ല, ടൈമിംഗ് ഇഷ്യൂ ഉള്ളതുകൊണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് വരെ പോയി നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുമായിരുന്നു. അങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ നെക്സ്റ്റ് സ്പോട്ടായ മാംഗ്രോ ട്രീ ഫോറസ്റ്റിൻ്റെ അടുത്തോട്ടെത്തി. ഈ ഒരു ഫോറസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വേരുകൾക്ക് ഭയങ്കരമായ കട്ടിയാണ്. കട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കട്ടിയുള്ള, അതായത് ബോട്ടുകാർക്കൊക്കെ ഭയങ്കര ഉപകാരമാണ് ഈ ഒരു ഫോറസ്റ്റ് ഉണ്ട്. കാരണം വലിയ ശക്തമായ നീരൊഴുക്കും വെള്ളപ്പൊക്കമൊക്കെ വരുമ്പം അതിനെ തടയാൻ വേണ്ടി പ്രകൃതി തന്നെ ഒരുക്കിയ ഒരു അത്ഭുതം എന്ന് വേണമെങ്കിൽ പറയാം ഈ മാംഗ്രോ ട്രീ ഫോറസ്റ്റിനെ. അങ്ങനെ നമ്മൾ ഫോറസ്റ്റൊക്കെ എല്ലാം കവർ ചെയ്ത് പിന്നെ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മൾ ഈ ബോട്ടൊക്കെ പണിയുന്ന വർക്ക്ഷോപ്പാണിത്. അങ്ങനെ വർക്ക്ഷോപ്പൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ യാത്ര ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഷിക്കാര വള്ളം, ഇത് ഷിക്കാരയും നമ്മുടെ ഇവിടുത്തെ തന്നെയാണ്, ബ്ലൂ മറിൻ്റെ തന്നെയാണ്. ഷിക്കാരയ്ക്കകത്തെന്ന് വെച്ചാൽ ഒരു 12 പേർക്കൊക്കെ യാത്ര ചെയ്യാം. നമ്മൾ യാത്ര ചെയ്യുന്നത് ഫൈബർ ബോർഡിലാണ്. ഇതിനകത്തൊരു മാക്സിമം 4 അല്ലെങ്കിൽ 5 പേർക്കൊക്കെ യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മളതെല്ലാം കവർ ചെയ്തു. നേരെ നമ്മുടെ കുണ്ടന്നൂർ പാലമാണ് ഈ കാണുന്നത്. കുണ്ടന്നൂർ പാലം വഴി നമ്മൾ കവർ ചെയ്ത് നമ്മൾ ലേ മെറിഡിയൻ്റെ ബാക്കിൽ എത്തിയിട്ടുണ്ട്. ലേ മെറിഡിയൻ എന്ന് പറഞ്ഞാൽ നമുക്ക് 2 ദിവസം മുമ്പ് ലാലേട്ടൻ്റെ എമ്പുരാൻ്റെ ടീസർ ലോഞ്ച് ചെയ്ത ഹോട്ടലാണിത്. 5 സ്റ്റാർ ഹോട്ടലാണ്. അതിൻ്റെ ബാക്ക് വശമാണ് ഈ കാണുന്നത്. ഇതാണ് നമ്മുടെ കൊച്ചിയിലെ പ്രേത ഫ്ലാറ്റ് എന്ന് പറയുന്നത്. അത് ഏകദേശം 25 വർഷത്തിന് മുമ്പ് പണി കഴിപ്പിച്ച ഒരു ഫ്ലാറ്റാണ്. സർക്കാരിൻ്റെ എന്തോ പേപ്പറിൻ്റെ അനുമതി കിട്ടാഞ്ഞുകൊണ്ട് മാത്രം ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ അതിനുശേഷം ഒരുപാട് ദുരൂഹമായ സംഭവ വികാസങ്ങൾ കൊണ്ടാടിയിട്ടുള്ളൊരു ഫ്ലാറ്റാണിത്. കുറേ മരണങ്ങളൊക്കെ ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ട്, ഇതിനകത്ത് വെച്ച് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ കൊച്ചിയിലെ ദുരൂഹമായ പ്രേത ഫ്ലാറ്റ് എന്നാണ് ഈ ഫ്ലാറ്റിനെ അറിയപ്പെടുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടെ നേച്ചറൊക്കെ ആസ്വദിക്കാൻ വേണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം ഇത് അങ്ങനെ പോയി വന്നപ്പോഴാണ് ഈ ഒരു ഹോട്ടൽ കണ്ടത്. അതായത് ക്രൗൺ പ്ലാസയിൽ ലേ മെറിഡിയൻ്റെ ഓപ്പോസിറ്റാണ്. അതായത് ഈ ക്രൗൺ പ്ലാസയിലാണ് നമ്മുടെ അമ്മയുടെ മീറ്റിങ്ങും കാര്യങ്ങളും ഈ സിനിമാക്കാരൊക്കെ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ഇൻ്റർവ്യൂസും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത് ഈ ഒരു ക്രൗൺ പ്ലാസയിൽ വെച്ചാണ്. അങ്ങനെ ഇതാണ് നമ്മുടെ ചൈനീസ് ഫിഷിംഗ് സംഭവം. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നമ്മുടെ സുഹൃത്ത് പറയുന്നതായിരിക്കും. വരുമ്പോൾ ഇവിടെ ജെല്ലി ഫിഷ് ഉണ്ടോ? നല്ല വെള്ളമാണ് ഈ പാല് കാണാൻ പറ്റുന്നത്. ഇപ്പൊ നമ്മളിത് ഫുള്ള് ക്ലീൻ ചെയ്താൽ മഴ ഉണ്ടെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് വരും. ഇത് ചൈനീസ് ഫിഷിങ്ങിന്റെ സംഭവം തോന്നുന്നു. അത് മെയിനായിട്ട് രാത്രി ഉപയോഗിക്കുന്നത്. രാവിലെ ഉപയോഗിക്കും, പക്ഷേ ഒത്തിരി സമയം എടുക്കും. ഇപ്പൊ എല്ലായിടത്തും ലൈറ്റ് ഉണ്ടല്ലോ. രാത്രി ആകുമ്പോൾ ആ ഒരു ഏരിയ മാത്രമേ ലൈറ്റ് ഉണ്ടാവുള്ളൂ. ആ ഒരു അട്രാക്ഷനിൽ മീനും എല്ലാം വരും. എന്നിട്ട് ഓരോ മണിക്കൂർ ഗ്യാപ്പിൽ 1 മണിക്കൂർ അതോരോ ഇതിന് ഒരു തക്കമുണ്ട്, അതനുസരിച്ച് അവർ എടുക്കും. ഞാനിവിടെ 7 വർഷം. അങ്ങനെ പിന്നെ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് അവൻ്റെ എക്സ്പ്ലനേഷനൊക്കെ കേട്ടു. പയ്യൻ നല്ല മിടുക്കനാണ്. ഇംഗ്ലീഷൊക്കെ നല്ല പക്ക ഫ്ലുവൻ്റായിട്ട് സംസാരിക്കുന്ന ഒരു പയ്യനാണ്. അവൻ 7 വർഷമായിട്ടാണ് ഈ ഒരു ഫീൽഡുണ്ട്. അങ്ങനെ നമ്മൾ ഇങ്ങനെ തിരിച്ച് കറങ്ങി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ അധിക ദൂരം പോകാൻ പറ്റാത്തതുകൊണ്ട് ഉള്ള സ്ഥലം നമ്മളൊന്ന് കണ്ട് കവർ ചെയ്ത് വരുവാണ്. ഇനിയും ഒരുപാട് മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. പക്ഷേ അതൊക്കെ ഈ 1.5 മണിക്കൂറത്തെ പാക്കേജ് എടുത്താൽ മാത്രമേ നമുക്കവിടെ പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ ബോട്ടിങ്ങിൻ്റെ ഓഫീസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അങ്ങനെ ബോട്ടിങ് നല്ലൊരു അനുഭവമായിരുന്നു, കൊച്ചി ബോട്ടിങ്. അങ്ങനെ എല്ലാവർക്കും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു മനോഹരമായ ഒരു ബോട്ടിംഗ് സർവീസാണ് കൊച്ചിയിലേത്. ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ നെട്ടൂരാണ്. നെട്ടൂരിന് ഒരു 1/2 കിലോമീറ്റർ കിഴക്ക് ഭാഗം.